നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് ടെസ്റ്റിംഗ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു പല ആർട്ടിക്കിൾസ് ആണ്. ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. കാസ്റ്റ് സെൻസസ് ഒരു യൂസ്ഫുൾ എക്സസൈസ് ആണോ ഇല്ലയോ എന്നുള്ള കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ ബേസിക്കലി ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാർത്ത വന്നതിന്റെ പശ്ചാത്തലം അറിയാൻ സാധിക്കും. ബിക്കോസ് നമ്മൾ അടുത്ത സെൻസസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2025 അത് വർക്കുകളൊക്കെ മീൻസ് സെൻസസിന്റെ നടപടികളൊക്കെ ആരംഭിക്കുമെന്നുള്ളത് ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ബേസിക്കലി സെൻസസിനോടൊപ്പം വിച്ച് മീൻസ് നമ്മൾ വെറും സെൻസസ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ സെൻസസ് ആണ്. ഈ പോപ്പുലേഷൻ സെൻസസിനൊപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാസ്റ്റ് സെൻസസ് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് ഞാൻ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്താണ് അവിടെ നടത്തുന്ന കാസ്റ്റ് സെൻസസ് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. എനിവേ അങ്ങനെ നടത്തുന്ന കാസ്റ്റ് സെൻസസ് കുറച്ചുകൂടെ വൈഡർ ആസ്പെക്ടിലേക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ദോഷമാണോ എന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ഇത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവർണൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എൻവയോൺമെന്റ് പെർസ്പെക്ടീവ് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതും നമ്മുടെ എഡിറ്റോറിയൽ പേജ് സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിളാണത്. 2022 നിലവിൽ ഒരു ട്രീറ്റി ആയിരുന്നു. ബട്ട് ഈയിടയ്ക്ക് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിലിംസിനും കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കും നമ്മുടെ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബിക്കോസ് റീസെന്റ് ഇപ്പം നടന്ന മഹാരാഷ്ട്രയുടെയും അതേപോലെ ജാർഖണ്ഡിലൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവിടങ്ങളിൽ ഇലക്ഷൻ ആകാറായപ്പോഴേക്കും ഗവൺമെന്റുകൾ നിലവിൽ ഭരണത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഒരുപാടധികം സ്കീമുകൾ ഡിക്ലെയർ ചെയ്യുന്നു. എസ്പെഷ്യലി ഈ സ്കീമുകളൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വുമണിയാണ്, സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് ഈവൻ ക്യാഷ് ട്രാൻസ്ഫർ സ്കീമുകൾ പോലും ഡയറക്ട് ബെനിഫിറ്റിലൂടെ ക്യാഷ് ട്രാൻസ്ഫർ സ്കീമുകൾ പോലും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പറഞ്ഞ മാസം ഇത്ര രൂപ വീതം നൽകുന്ന അത്തരത്തിലുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമുകളൊക്കെ തന്നെ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ മീൻസ് എന്തുകൊണ്ടാണ് കൂടുതലും ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇങ്ങനെയുള്ള ക്യാഷ് ട്രാൻസ്ഫർ സ്കീംസ് ഫോർ വുമൺ കൂടുതലും പ്രഖ്യാപിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളും അതേപോലെ തന്നെ അതിലൂടെ ഉണ്ടാകാൻ സാധിക്കുന്ന ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്ക് പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് പ്രോബ 3 മിഷൻ. അത് സയൻസ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സയൻസും ടെക്നോളജി ആയിട്ട് ചേർന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മളൊരു മിഷനാണ് മീൻസ് ISRO കണ്ടക്ട് ചെയ്യുന്ന മിഷനാണ്. പക്ഷേ ഇവിടെ ISRO എന്ന് പ്യൂർലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ്സ് ആണിത്. ISROയുടെ PSLV റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിക്കുന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇത് വാർത്ത വരാൻ കാരണമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ പ്രോബ 3 മിഷൻ ഇന്നലെയായിരുന്നു ബേസിക്കലി നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടിരുന്നത്. ബട്ട് ഡ്യൂ ടു സം കൈൻഡ് ഓഫ് ടെക്നിക്കൽ ഗ്ലിച്ചസ് കാരണം അതിന്റെ ലോഞ്ച് ഇന്നത്തേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇന്നത് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു ടോപ്പിക് നമുക്ക് ഫിലിംസിന്റെ പെർസ്പെക്ടീവിൽ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു മോഡൽ ഫിലിംസ് MC കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ കാസ്റ്റ് സെൻസസ് ആണ്. ഈസ് എ കാസ്റ്റ് സെൻസസ് എ യൂസ്ഫുൾ എക്സസൈസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി തുടക്കത്തിൽ തന്നെ പറയുകയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഓതർ ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഓതേഴ്സ് പറയുന്ന കാസ്റ്റ് സെൻസസ് ഒരു നോൺ യൂസ്ഫുൾ എക്സസൈസ് ആണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു വിലയിരുത്തലായിട്ട് വന്നിരിക്കുന്നത്. ബട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് വശങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് അതിനകത്ത് ബയാസ് പോകരുത്. കൃത്യമായിട്ട് അതിന്റെ ഗുണങ്ങളും അറിഞ്ഞിരിക്കണം, അതിന്റെ ദോഷങ്ങളും അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കുന്ന ഒരു ആംഗിളിൽ നമുക്ക് ആ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ, സോ എനിവേ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ആ കാസ്റ്റ് സെൻസിന്റെ ആദ്യം തന്നെ നോക്കുന്നത് അതിന്റെ നീഡാണ്, പോസിറ്റീവ്നെസ് ആണ്. ഇതിലേക്ക് കടക്ക് നമ്മൾ ചെറിയ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. ഓൾറെഡി ഞാൻ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു തന്നിരുന്ന ഒരു പോയിന്റിന്റെ കണ്ടിന്യൂഷൻ എന്ന് വിചാരിക്കണം. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നടത്തിയിരിക്കുന്ന മീൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം നമ്മളിവിടെ നടത്തിയിരിക്കുന്ന ടിൽ 2011 നമ്മൾ ലാസ്റ്റ് നമ്മുടെ നാട്ടിലെ സെൻസസ് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 2011 വരെയുള്ള സെൻസസിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നടത്തിയ 2011 വരെയുള്ള സെൻസസിലും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് അറിയാതെ പോയതും ഒന്നും വേറെ കൊണ്ടല്ല. ഇവിടെ ഓൾ ഓവർ എല്ലാ ജനങ്ങളുടെ ഇടയിലും സെൻസസ് നടപ്പാക്കിയിട്ടില്ല. ആ ഒരു കാസ്റ്റ് സെൻസസ് ആകെ മൊത്തം നമ്മൾ സെൻസസ് എടുത്തിരിക്കുന്നത് SC ST പോപ്പുലേഷൻസിന്റെ മാത്രമാണ്. അത് ഓർത്തിരിക്കണം. ഇൻഡിപെൻഡൻസിന് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷം ടിൽ ലാസ്റ്റ് സെൻസസ് വരെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള കാസ്റ്റ് സെൻസസ് ഏത് വിഭാഗങ്ങൾ മാത്രമാണ്? SC ST വിഭാഗങ്ങളുടെ കാസ്റ്റ് ഡേറ്റാസ് മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആർഗ്യുമെന്റുകൾ അല്ലെങ്കിൽ മീൻസ് വാദങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം റീസെന്റ് അടുത്ത സെൻസസ് നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ ആവശ്യകത വീണ്ടും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മീൻസ് SC ST വിഭാഗങ്ങളിലായിട്ട് മാത്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാസ്റ്റ് ബേസ്ഡ് സർവേ നമ്മൾ എല്ലാ വിഭാഗങ്ങളിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യണം. മീൻസ് ഇന്ത്യയിലെ ടോട്ടൽ എത്ര കാസ്റ്റുകൾ ഉണ്ടെന്നുള്ളതും ഈ കാസ്റ്റുകളിൽ ഓരോന്നിലും എത്ര ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് കാസ്റ്റ് സെൻസസ് നമുക്ക് കണ്ടക്ട് ചെയ്യണം. ഓൾ ഓവർ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും ബേസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സെൻസസ് നടപ്പാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യകത വരുന്നത്. അപ്പൊ അത് നിലവിൽ ഗവൺമെന്റ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ നടത്തുന്നതിന്റെ ഗുണങ്ങളും അറിഞ്ഞിരിക്കണം, ദോഷങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ശരി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് അതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു കാസ്റ്റ് ബേസ്ഡ് സർവേ നടത്തുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്.
ഫസ്റ്റ് ഓഫ് ഓൾ എത്രമാത്രം ഈ സോഷ്യൽ ആയിട്ടുള്ള ഇതിനകത്തൊരു കോസ്റ്റ് ഉണ്ട്. ബിക്കോസ് കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻലൈനിങ് ഫാക്ടറാണ്. എല്ലാ ആളുകളുടെയും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബിക്കോസ് കാസ്റ്റ് റിമൈൻസ് എ കീ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതിന്റെ എവിഡൻസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് 2011 വരെ ഈ ഡേറ്റാസ് ഒക്കെ എഴുതി 2011 ആ ഒരു സെൻസസ് പ്രകാരമാണ്. ഈ ഒരു സെൻസസ് പ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ലോ ഇന്റർകാസ്റ്റ് മാരേജ് ആണുള്ളത്. ഓക്കെ, എന്തുകൊണ്ട് ഇന്റർകാസ്റ്റ് മാരേജ് കുറയാൻ കാരണം? ബിക്കോസ് കാസ്റ്റിന് ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ, ആ ഒരു കാസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്റർകാസ്റ്റ് മാരേജസ് കുറയുന്നത്. ഏകദേശം പറയാൻ ഓൺലി 5% ഓഫ് ഇന്ത്യൻ മാരേജസ് വെയർ ഇന്റർകാസ്റ്റ് ആസ് ഓഫ് 2011-12 എന്നുള്ള കാര്യം ഓർക്കാം. ഈ ഡേറ്റാസ്, ഇതുപോലുള്ള ഡേറ്റാസ് ഒക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും മെയിൻസിന് ആൻസർ റേറ്റിംഗിനകത്ത് എഴുതണം. അങ്ങനെയാണ് നമ്മൾ ആൻസർ കുറച്ചുകൂടി പറഞ്ഞ പോലെ വാല്യൂ ആഡഡ് ആൻസർ ആയിട്ട് മാറ്റുന്നത്. സോ സോഷ്യൽ ആയിട്ടുള്ള ഒരു കീ സ്ട്രക്ചറാണ്, ഒരു സോഷ്യൽ സ്ട്രക്ചർ കാസ്റ്റിന് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഓരോ കാസ്റ്റിലും ഉള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സോഷ്യൽ ജസ്റ്റിസ് പോളിസികളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരാറുണ്ട്. ലൈക്ക് റിസർവേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ ജസ്റ്റിസ് പോളിസിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഈ പറഞ്ഞ പോലെ കാസ്റ്റുകളിൽ പെടുന്ന ആളുകൾക്ക് കൂടുതൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ആ റിസർവേഷൻസും കാര്യങ്ങളും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിലവിൽ ഗവൺമെന്റ് ഒരു പർട്ടിക്കുലർ കാസ്റ്റിന് റിസർവേഷൻ കൊടുക്കുന്നു, അവിടെ അധികം ആളുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് കൂടുതൽ നീഡി ആയിട്ടുള്ള വിഭാഗം ആരാണോ അവർക്ക് ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആവശ്യം മീൻസ് കൃത്യമായിട്ടും ആരെയാണോ കൃത്യമായിട്ട് പരിഗണിക്കേണ്ടത് അവരിലേക്ക് കൂടുതൽ നമ്മൾ ആ ഒരു നീതി നടപ്പാക്കുക എന്നുള്ളൊരു പോയിന്റ്. അപ്പൊ അത്തരത്തിലുള്ള സോഷ്യൽ പോളിസികൾ, ഗവൺമെന്റ് സോഷ്യൽ ജസ്റ്റിസ് പോളിസികളൊക്കെ തന്നെ കൂടുതൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ടാർഗറ്റഡ് ആക്കാനായിട്ടും അത് കിട്ടേണ്ട ആളുകൾ കിട്ടാനായിട്ടും അങ്ങനെയുള്ള കുറച്ച് ടാർഗറ്റും എഫിഷ്യന്റും ആക്കി മാറ്റാനായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാസ്റ്റ് സെൻസസുകൾ ഗവൺമെന്റിനെ കൃത്യമായിട്ടും ഐഡന്റിഫൈ ചെയ്യും. അത് സഹായിക്കും എന്നുള്ള പോയിന്റും അതിന്റെ കറക്റ്റ് പോയിന്റാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ റിസർവേഷൻസ് മാത്രമല്ല, ഗവൺമെന്റ് ഒരുപാട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളിപ്പം ഓരോ സ്കീമുകളൊക്കെയാണെങ്കിലും ഇഷ്യൂ ചെയ്യുമ്പോഴേക്കും ഇന്ന വിഭാഗങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ആ സ്കീമുകൾ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട അതിന്റെ പോപ്പുലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ എത്രമാത്രം തുകയൊക്കെയാണ് ഗവൺമെന്റ് ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് മിസ്മാച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ആവശ്യത്തിന് തുകയൊക്കെ തന്നെ ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് അച്ചീവ്മെന്റ്, ടാർഗറ്റ് ലെവൽ അച്ചീവ്മെന്റ് അതിന് കിട്ടിയെന്ന് വന്നേക്കതുമില്ല. അതിന് യൂസ്ഫുൾനെസ്സും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കൃത്യമായിട്ട് ഈ പറഞ്ഞ ക്രീമി ലെയർ ഡിസ്ക്രിമിനേഷൻസിനും ക്രീമി ലെയർ പരിഗണന ചെയ്യാനായിട്ടും വെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഒക്കെ രൂപീകരിക്കാനായിട്ടും മീൻസ് കാസ്റ്റുകൾ തന്നെ സബ് കാറ്റഗറൈസ് ചെയ്യാനായിട്ടും ഒക്കെ തന്നെയുള്ള ഗവൺമെന്റിന്റെ പോളിസികളിൽ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ മെയിൻലി പറയുവാണെങ്കിൽ കാസ്റ്റ് സെൻസസ് നടത്തുന്നതിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസ് പോളിസികൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ ടാർഗറ്റ് എഫിഷ്യൻസി ഗവൺമെന്റിനെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള എഫിഷ്യൻസീസും ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കാസ്റ്റ് ബേസ്ഡ് സെൻസസ് സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും. നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ബേസ്ഡ് ആയിട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇന്നലൈൻ ഫാക്ടർ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ തന്നെ ഇത്തരത്തിൽ കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡിവിഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർകാസ്റ്റ് മാരേജിന് എണ്ണം കുറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വീണ്ടും ആ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസിലൂടെ ഡേറ്റ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിലും താമസിക്കുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ഓരോ പ്രദേശം, ഞാൻ ഇന്ന അടുത്ത് താമസിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾ ഇന്ന അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇന്ന സംസ്ഥാനത്ത് താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരു റീജിയണലിസം ആണ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെ ഡേറ്റാസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റീജിയണലിസം എന്നുള്ള കൺസെപ്റ്റ് മാറി കൂടുതൽ കാസ്റ്റിസം അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ വീടുകളും ഓരോ കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന ആളുകളാണ്, ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെയുള്ള ഡേറ്റാസ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് സോഷ്യൽ ഡിവിഷൻ എമംഗ് പീപ്പിൾ. അതുകൊണ്ടാകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ടാണ് നിലവിൽ ഗവൺമെന്റ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഒന്നും നടപ്പാക്കാതിരിക്കുന്നതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്നുള്ള കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സോഷ്യൽ ഡിവിഷൻ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള, ഡീപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ വളരെ കൂടുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വളരെ ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, ബട്ട് ഇത് നടപ്പാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള സെൻസസും സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ട് ഒരു നൈറ്റ് മെയർ ആണ്. ഗവൺമെന്റ് ആലോചിക്കാൻ തന്നെ അതിനുള്ള മീൻസ് അത്രത്തോളം മാൻ പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഗവൺമെന്റ് ഇല്ല. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പം SC SC വിഭാഗങ്ങളിലേക്ക് മാത്രമായിട്ടും ഈ ഒരു സർവേ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഓൾ ഓവർ ഇന്ത്യ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സർവേയുടെ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർവേ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാലയളവ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് മാൻ പവർ യൂട്ടിലൈസേഷൻ ഒക്കെ തന്നെ നമുക്ക് അതിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, വിച്ച് വിൽ ബി എ നൈറ്റ് മെയർ ഫോർ ഗവൺമെന്റ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് നൈറ്റ് മെയർ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ഡേറ്റാസ് ഒന്നും ഇല്ലാത്ത കാരണം തന്നെ ചിലപ്പോൾ ഇവിടെ നിലവിൽ റിസർവേഷൻസ് അധികം കിട്ടാത്തൊരു കമ്മ്യൂണിറ്റി എന്ന് വിചാരിച്ചേക്കാം. ബട്ട് ഡേറ്റ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ
കൂടുതൽ റിസർവേഷൻസിലേക്ക് വേണ്ടിയിട്ട് ആവശ്യകത കൊണ്ടുവരാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ആണെങ്കിൽ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പല ഗെയിനുകളും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്കീം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന വിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ പോപ്പുലേഷനിൽ അധികം ഒന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പോപ്പുലേഷൻ ഇത്ര കൂടുതലുള്ള ആളുകൾ ഏത് വിഭാഗം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിട്ടുള്ള കാരണം കൂടുതൽ വോട്ട് കിട്ടാനായിട്ട് അവർക്കായിട്ട് ഗവൺമെന്റ് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില മിസ്മാച്ചസ് അല്ലെങ്കിൽ ചില ഈ പറഞ്ഞ പോലെ എന്താ പറയുക സോഷ്യൽ ജസ്റ്റിസിന് ഇൻഎഫിഷ്യൻസീസ് ഒക്കെ തന്നെ ഒരുപാട് വരാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ ഇത് ഫ്യൂലിംഗ് ഡിമാൻഡ്സ് ഫോർ ഇൻക്രീസ് റിസർവേഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതും ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത്രയാണ് ഇന്നത്തെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമുക്ക് നോക്കാനായിട്ടുള്ളതും. ഇനി ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ആവശ്യകതകളാണ് വരുന്ന സെൻസസിനകത്ത് കാസ്റ്റ് സെൻസസ് നടപ്പാക്കണം എന്നുള്ള ആവശ്യകതയാണ്. നിലവിൽ ഗവൺമെന്റ് അതിനെക്കുറിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു സെൻസസ് നടപ്പാക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സോഷ്യൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് എഫിഷ്യൻസീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ സോഷ്യൽ ജസ്റ്റിസ് പോളിസികളൊക്കെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഗവൺമെന്റ് ആണെങ്കിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗവൺമെന്റ് ആണെങ്കിലും മന്ത്രിസഭയൊക്കെ തന്നെ രൂപീകരിക്കുമ്പോൾ ഓരോരോ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ ഇത്ര മന്ത്രി സ്ഥാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് മിക്കവാറും ഈ പറഞ്ഞ ഇവരുടെ ആ ഒരു നമ്പേഴ്സിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. മീൻസ് അത്തരത്തിലുള്ള ഈക്വൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരാനായിട്ടും കൃത്യമായിട്ട് ഗവൺമെന്റിന് ഭരണതലത്തിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഈക്വൽ റെപ്രസെന്റേഷൻ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകൾക്ക് ഈക്വൽ റെപ്രസെന്റേഷൻ കൊണ്ടുവരാനായിട്ടും ഗവൺമെന്റ് ഇത് സഹായിക്കുന്നതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. എന്നാൽ നേരെ തിരിച്ച് പറഞ്ഞ സോഷ്യൽ ഡിവിഷൻ ഒരുപാട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ ഈ പറഞ്ഞ കൂടുതൽ റിസർവേഷൻ ഒക്കെ വേണ്ടിയിട്ട് ആവശ്യകതകൾ വരാനായിട്ടുള്ള ചാൻസുകൾ നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരുപാട് ചലഞ്ചസ് സൃഷ്ടിക്കാനായിട്ടും സാധ്യതയുണ്ട്. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. എ കട്ട് ഇൻ ടൈം എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ഇത് എഡിറ്റോറിയൽ സൈഡ് എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണിത്. എക്കണോമിക് കോസ്റ്റ് ഓഫ് ബാൻ ഓൺ പ്ലാസ്റ്റിക് മസ്റ്റ് ബി സീൻ വിത്ത് ഇറ്റ്സ് ഇൽ എഫക്ട്സ് ഓൺ ഹെൽത്ത് എന്നുള്ള സബ് ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനകത്ത് ബോത്ത് പ്രിലിംസിന്റെ ആംഗിളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും പഠിക്കാനുണ്ട്. പ്രിലിംസിന്റെ ആംഗിളിൽ പഠിക്കാനുണ്ട്. ഇപ്പം ഈ ഒരു ടോപ്പിക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടതാണ് ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ആരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ ആരുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ ആരുടെ ഇനീഷ്യേറ്റീവിലൂടെ വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UNEP ആണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEPയുടെ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ 2022 ലോഞ്ച് ചെയ്തതാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഈ പ്ലാസ്റ്റിക് ട്രീറ്റിയിലേക്ക് നമ്മൾ വരാനായിട്ട് ഇടയായ ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ട്രീറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഉദ്ദേശം വേറൊന്നുമില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഗ്രാജുവലി കംപ്ലീറ്റ്ലി നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിർത്തലാക്കണം. കംപ്ലീറ്റ്ലി ഗ്രാജുവലി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഫേസ് ഔട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാണ്. ബിക്കോസ് നിലവിൽ കറന്റ്ലി ഏറ്റവും കൂടുതൽ ലോകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. അപ്പൊ ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇന്ത്യ ഇസ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഗ്ലോബലി ഈ പറഞ്ഞ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ 20% എമിഷൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇന്ത്യയിൽ നിന്ന്. ആനുവലി ഈ പറഞ്ഞ ഏകദേശം 9.3 മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രം നോക്കി എത്രയും താഴ്ന്ന കിടക്കുന്ന രണ്ടാം സ്പോട്ടിൽ കിടക്കുന്ന നൈജീരിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പോലും എത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ ഓരോ ദിവസം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ലൈക്ക് ഈ പറഞ്ഞ പോലെ ക്യാരി ബാഗ്സ് ആയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എന്തെങ്കിലും ഫുഡ് ഐറ്റം എന്തെങ്കിലും ഈ പറഞ്ഞ പാക്ക് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും പാക്ക് ചെയ്യാനായിട്ട് പുതിയ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതുപോലെ ഈവൻ റാപ്പ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ്. ഇങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും കൺവീനിയന്റ് ആണ് എന്നുള്ളതാണ് ആളുകൾ മറുപടി പറയുന്നത്. അല്ലെ, ഇപ്പം പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ആണെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആണ്. ഇപ്പം എന്തെങ്കിലും ചെളി പറ്റിയാലും അത് വേണമെങ്കിൽ കഴുകി മാറ്റാൻ പറ്റും. നേരെ ഈ പറഞ്ഞ എന്തെങ്കിലും നമ്മുടെ എന്താ പറയാ ക്ലോത്ത് കൊണ്ടുള്ള ബാഗൊക്കെ ആണെങ്കിൽ അത് ചെളി പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ഉണക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത്രയും പ്രശ്നം ഈ പ്ലാസ്റ്റിക് ബാഗുകൾക്കില്ല. പിന്നെ ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പ്ലാസ്റ്റിക് ബാഗുകളും യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. ഉപയോഗിച്ച് പിന്നെ അത് കളയുകയാണ് നമ്മൾ പൊതുവിൽ ചെയ്യുന്നത്. ഇങ്ങനെ കളയുമ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഒന്നുകിൽ ഇത് പ്ലാസ്റ്റിക് നമുക്കറിയാലോ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. അതുകൊണ്ട് ഇൻസർവേഷനിൽ ഇട്ട് ഇത് കത്തിച്ച് കളയൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇങ്ങനെ കത്തിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഹാർംഫുൾ ഗ്യാസസിന്റെ എമിഷൻസും ഒക്കെ തന്നെ കോസ് ചെയ്യുന്നുണ്ട്. സോ നിലവിലെ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ ഒരു ട്രീറ്റി വരാൻ ഇടയായതെന്ന് പറയുന്നത് 2022 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് അസംബ്ലി, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എൻവയോൺമെന്റ് പ്രോഗ്രാം ഒക്കെ വരുന്നത്. സോ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് അസംബ്ലി പാസ്സാക്കിയ ഒരു റെസൊല്യൂഷനാണ് എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു ഇന്റർ ഗവൺമെന്റ് നെഗോഷിയേഷൻ കമ്മിറ്റി എങ്ങനെയായിരിക്കണം ഈ ട്രീറ്റി രൂപീകരിക്കേണ്ടത് തുടങ്ങിയതിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് ഒരു ഇന്റർ ഗവൺമെന്റൽ നെഗോഷിയേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2022 175 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒപ്പുവെച്ചതാണ് ഗ്ലോബൽ പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് ട്രീറ്റി എന്ന് പറയുന്നത്. അതൊരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം. ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന പ്രൊവിഷൻസ് കൃത്യമായിട്ട് നമ്മൾ നടപ്പാക്കിയിരിക്കണം. സോ ഇത് പ്രകാരം ബൈ 2024 ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഫ്രം പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ യൂസ് ആൻഡ് ഡിസ്പോസൽ, അതായത് 2024 നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷനിൽ നിന്നും യൂസിൽ നിന്നും ഡിസ്പോസലിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമ്മൾ പതുക്കെ പതുക്കെ കുറയ്ക്കണം. അത് എന്നത്തേക്കാണ് ഫേസ് ഔട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, ബട്ട് ഇവൻച്വലി ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫേസ് ഔട്ട് എന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതും ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി UNEP-യുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്ന. അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് അസംബ്ലി ആണ്, അതിന്റെ പാസ് ചെയ്ത റെസൊല്യൂഷൻ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് ട്രീറ്റിയുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു ലോകത്തെമ്പാടും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പറയുവാണെങ്കിൽ 2019 ഏകദേശം ഈ പറഞ്ഞ പോലെ 2000 കാലഘട്ടത്തിൽ 234 മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ആയിരുന്നു ഗ്ലോബിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് 2019 ആയപ്പോഴേക്കും നേരെ ഡബിൾ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 460 മില്യൺ ടൺസ് ആയിട്ട് മാറി. 2040 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഏകദേശം 700 മില്യൺ ടൺസിലേക്ക് ഉയർന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ഗ്യാസുകളും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന് പോസിബിലിറ്റി ഉണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫേസ് ഔട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊന്നുമല്ല, ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരുപാട് എൻവയോൺമെന്റൽ ക്രൈസിസ് സൃഷ്ടിക്കും. ബിക്കോസ് നമ്മൾ ഇത്രത്തോളം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും ഏകദേശം 10% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റീസൈക്കിൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി പറയുവാണെങ്കിൽ മൊത്തം എൻവയോൺമെന്റിൽ ഇങ്ങനെ ഈ പറഞ്ഞ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഈ നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ചുരുങ്ങിയത് 20 വർഷം എടുക്കും എന്ന് നശിച്ചു പോകാനായിട്ട്. ബാക്കി 20 മുതൽ 500 വർഷമൊക്കെയാണ് ഡീകമ്പോസിഷൻ എടുക്കുന്നത്, പെട്ടെന്നൊന്നും ഇല്ലാതാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയാ എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. ആനുവൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 400 മില്യൺ ടൺസ് ആണ്. ഗ്ലോബലി ആനുവൽ പ്ലാസ്റ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് 400 മില്യൺ ടൺസ് ആണ്. ഇത് 2050 ആകുമ്പോഴേക്കും ഒരു 62% വർധനവ് കാണുന്നുണ്ട്. 400 എന്നുള്ളത് മെയിൻലി പറഞ്ഞ പോലെ ഒരു 600-700 റേഞ്ചിലേക്ക് പോകാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഇത്രത്തോളം പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻ അതിനകത്ത് ആകപ്പാടെ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന 10% മാത്രമാണ്. ബാക്കി ഫുള്ളി പറഞ്ഞ പോലെ നദികളിലും കടലുകളിലും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിടന്നു കഴിയുമ്പോഴേക്കും കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും പ്ലാസ്റ്റിക്കുകൾ പതുക്കെ പതുക്കെ എന്താ പറയുക ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ പറഞ്ഞ മൈക്രോ പ്ലാസ്റ്റിക്കുകളും നാനോ പ്ലാസ്റ്റിക്കുകളൊക്കെ ആയിട്ട് മാറും. അത് ഈ പറഞ്ഞ പോലെ ഓഷ്യൻസിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള ഫിഷ് മീനുകൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഈ പറഞ്ഞ പോലെ അത് അവയുടെ ഉള്ളിൽ ചെല്ലുകയും അത് പിന്നീട് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യരിലേക്ക് അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ എത്തുകയും അങ്ങനെയൊക്കെയുള്ള വരുന്ന ഒരുപാട് ഹാംഫുൾ എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ എൻവയോൺമെന്റ് ഹെൽത്തിനെ ബാധിച്ചേക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒക്കെ കൂടിയതിന്റെ പ്രശ്നമായിട്ടാണ് മനുഷ്യനാണെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തന്നെ ഒരുപാട് എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻസ്, ക്യാൻസർ, ഡയബറ്റിക്സ്, റിപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ വർധനവും മൂലമാണ്. ഇതിലൂടെ മറൈനും ഫ്രഷ് വാട്ടർ ടെറസ്ട്രിയൽ സ്പീഷീസും ഒക്കെ തന്നെ അഫക്റ്റഡ് ആകുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കാം. സോ ഇവിടെയാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെയും കൂടെ റോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഇത് വഴിതെളിക്കാം. കാരണം ഈ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഒക്കെ മൂലം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ചെയ്യുമല്ലോ. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിന് വർദ്ധിപ്പിക്കാം. അങ്ങനെ വരുമ്പോഴേക്ക് ഇൻക്രീസ്ഡ് റെയിൻഫോൾ, അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ലാൻഡ് സ്ലൈഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എമിഷൻസ് ആണെങ്കിൽ പോലും വർദ്ധിക്കുമെന്ന് പറയാം. ബിക്കോസ് പ്ലാസ്റ്റിക്കിന്റെ അളവ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ കത്തിച്ച് മിക്കവാറും കളയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസും കൂടും. അതുവഴി ഉണ്ടാകുന്ന ക്ലൈമറ്റിന് ഇമ്പാക്റ്റുകളും വർദ്ധിക്കാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യണം, പ്ലാസ്റ്റിക്കിനെ ഫേസ് ഔട്ട് ചെയ്യണം. ഇത് ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഒറ്റ ദിവസം കൊണ്ട് നടപ്പാക്കാൻ നമ്മുടെ മിക്ക മേഖലകളിലും ഇതിന് ഉപയോഗമുണ്ട്. എസ്പെഷ്യലി ഓയിൽ പ്രൊഡ്യൂസിങ്ങിനകത്ത്, ഓയിലൊക്കെ തന്നെ പ്രൊഡക്ഷനകത്ത് നമ്മൾ പോളിമേഴ്സ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ഫേസ് ഔട്ടിനെ എതിർക്കുന്നതൊക്കെ തന്നെ. സോ ഇങ്ങനെ അതുകൊണ്ട് തന്നെ പല മേഖലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത് ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫേസ് ഔട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് 2020 ഇങ്ങനെ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി UNEP-യുടെ ഭാഗമായിട്ട് സൈൻ ചെയ്ത് അത് ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ആയിട്ടാണ് സൈൻ ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് ക്യാഷ് ട്രാൻസ്ഫർ സ്കീംസ് ഓർ വുമൺ ആസ് എ ന്യൂ പോൾ പ്ലാങ്ക് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, ഇപ്പൊ റീസെന്റ് നടന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലൊക്കെ തന്നെ നിയമസഭാ ഇലക്ഷൻസിലൊക്കെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന അവിടുത്തെ സർക്കാരുകൾ റീസെന്റ് മീൻസ് ഇലക്ഷൻ തൊട്ടുമ്പൊക്കെ പ്രഖ്യാപിച്ച കുറച്ച് സ്കീമുകളാണ്. ലൈക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് മുഖ്യമന്ത്രി മജ്ഹി ലഡ്കി ബഹിൻ യോജന എന്നൊക്കെ പറയുന്നത്. ഈ യോജന വേറൊന്നുമല്ല, 1500 രൂപ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ജാർഖണ്ഡ് ഉണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി മയ്യ സമ്മാൻ യോജന എന്ന് പറയുന്നത്. ഇത് 1000 രൂപയാണ്. എലിജിബിൾ ആയിട്ടുള്ള വുമൺസിന് 1000 രൂപയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് നിക്ഷേപിക്കുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നേരിട്ട് നമ്മുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുന്നതിനെയാണ് ഈ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് DBT അഥവാ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയപ്പെടുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ
ഇതുകൊണ്ട് ഗുണമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കൂടുതൽ സ്കീമുകൾ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതലും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ സ്കീമുകൾ നടപ്പാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആവറേജ് ഈ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വോട്ടർ ടേൺ അറൌണ്ട് റേറ്റ് എന്ന് പറയും, മീൻസ് എത്രമാത്രം സ്ത്രീകൾ വോട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 47% മാത്രമായിരുന്നു ഉണ്ടായിരുന്നു, 47%. അത് നിലവിൽ 2024 കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 66%-ലേക്ക് ഉയർന്നു. അപ്പൊ ഏകദേശം പറയുവാണെങ്കിൽ 20%-ന്റെ വർധന, അപ്രോക്സിമേറ്റ്ലി 20%-ന്റെ വർധനവ് വോട്ടർ ടേൺ ഔട്ടിലെ സ്ത്രീകളുടെ കാര്യത്തിൽ, വുമൺ വോട്ടർ ടേൺ ഔട്ടിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന കൂടുതലും വോട്ടേഴ്സ് ഇപ്പം സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് ഗവൺമെന്റ് സ്കീമുകൾ നടപ്പാക്കണം. കാരണം അല്ലെങ്കിൽ അവരുടെ വോട്ട് നഷ്ടപ്പെടാനുള്ള ചാൻസുകളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, ആ മേഖലയിൽ വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ ഇങ്ങനെ ഈ പറഞ്ഞ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള സ്കീമുകൾ നടപ്പാക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ബിക്കോസ് ഒബ്വിയസ്ലി നമുക്ക് അത് ആദ്യം പഠിക്കണമല്ലോ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വരുമാനം കുറവുള്ള വീടുകളിലേക്ക് ഒരു എക്സ്ട്രാ വരുമാനം എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ എക്സ്ട്രാ വരുമാനം എത്തിക്കുക എന്ന് പറയുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പോസിറ്റീവ് എഫക്റ്റുകളുണ്ട്. ലൈക്ക് ആ കുടുംബത്തിന്റെ ഇൻകം വർദ്ധിക്കും. ഇൻകം വർദ്ധിക്കുമ്പോൾ അവരുടെ ഡിമാൻഡ് ഓഫ് ഗുഡ്സ് വർദ്ധിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാം, ആ വീടുകളിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കിട്ടാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അധികം നല്ല നല്ല ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ അക്കൗണ്ടിലൂടെ നമ്മൾ നേരിട്ട് ഈ പൈസ എത്തിക്കുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലായതുകൊണ്ട് തന്നെ ഇത് വുമൺ എംപവർമെന്റും സഹായിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നു, അത് ഉപയോഗിച്ച് ചെറിയ ചെറിയ ബിസിനസ്സുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുകിട തൊഴിലവസരങ്ങളും വേണമെങ്കിൽ അവർക്ക് അതിലൂടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് എഫക്റ്റുകളുണ്ട്. നെഗറ്റീവ് എഫക്ട് എന്ന് പറയുന്നത്, ഇത് ഓൾറെഡി തന്നെ നമുക്കൊരു ഫ്രീബി ആണ് അല്ലെ. ഫ്രീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വൺസ് ഒരു ഫ്രീ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തലാക്കാൻ ജനങ്ങളെ സമ്മതിക്കത്തില്ല. അത് വോട്ടിങ്ങിന് ഇഷ്യൂ ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ സർക്കാരും പിന്നെ അത് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ ഗവൺമെന്റ് 1,500 രൂപ കൊടുത്തു വിചാരിച്ചോ, അടുത്ത വരുന്ന ഒരു ഗവൺമെന്റിന്റെ ഇലക്ഷൻ അവരുടെ ഈ പറഞ്ഞ പ്രഖ്യാപനത്തിൽ 1,500 2,000 ആക്കുമെന്നായിരിക്കും. അതായത് ഇത് പതുക്കെ പതുക്കെ കൂടും. കൂടുന്നതിനനുസരിച്ച് കൃത്യമായിട്ടും വരുമാനം ആ സർക്കാരിന് ഇല്ല എങ്കിൽ അതൊരു സാമ്പത്തിക പ്രതിസന്ധി ആ സർക്കാരിന് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സബ്സിഡികൾ ഒക്കെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ബഡ്ജറ്റിൽ. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഗവൺമെന്റിന് നേരിട്ട് ഈ പറഞ്ഞ പോലെ പൈസ സംബന്ധമായുള്ള റിട്ടേൺസ് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കൂടുതൽ ചെലവാക്കുന്ന സർക്കാരിന് അത് കൂടുതൽ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ ഉണ്ടാക്കാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ കിട്ടുന്നവർ ഓൾറെഡി നമ്മൾ പറഞ്ഞത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ഉദ്ദേശം പറയുകയാണെങ്കിൽ ഇപ്പം ഇത്രയും 1,000 രൂപ അല്ലെങ്കിൽ 1,500 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു റഫ് എമൗണ്ട് ഞാൻ എടുക്കുകയാണ്. ഗവൺമെന്റ് ഓരോ മാസം ചിലപ്പോൾ മാറ്റി വെക്കുന്നത് 15 കോടി എന്ന് വിചാരിച്ചു, ചെറിയൊരു റഫ് എക്സാമ്പിൾ, 15 കോടി മാറ്റി വെക്കുന്നുണ്ട്. ഈ മാറ്റി വെക്കുന്ന എമൗണ്ട് കൊണ്ട് ഗവൺമെന്റ് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നു. ലൈക്ക് ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത്, ഇപ്പം സംസ്ഥാനങ്ങൾ നമ്മൾ പറയുന്നതുകൊണ്ടാണ്, ആ സംസ്ഥാനത്ത് ഒരു റോഡ് പണിയായിരുന്നു. എവിടെയെങ്കിലും റോഡ് ഇല്ലാത്ത ഒരു ജനങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നല്ല റോഡ് ഇല്ലാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നല്ല റോഡ് സർക്കാരിന് പണിയായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെങ്കിൽ പണിയാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ തുക കൊണ്ട് ഒരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ പണിയാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും പണിയാതെ, ഇത്തരത്തിൽ ഈ പറഞ്ഞൊന്നും സ്റ്റാർട്ട് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഈ ഒരു എമൗണ്ട് നമ്മൾ ഇങ്ങനെ DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് മാറ്റി വെച്ചതിലൂടെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സർക്കാർ ഉണ്ടാകുന്നുണ്ട്. കാരണം സർക്കാർ എന്നാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് സർക്കാരിന്റെ പൈസ അല്ല അത് മെയിൻലി പറഞ്ഞ ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ്. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടാക്സ് പേയേഴ്സിലേക്ക് വരും. ബിക്കോസ് അവരുടെ പൈസ ഈ പറഞ്ഞ പോലെ നല്ല വേറൊരു കാര്യത്തിനായിട്ട്, മീൻസ് വേറൊരു നല്ലൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നതാണ്. ബട്ട് അത് നമ്മൾ ഫോർഗോൺ ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പണ്ട് 2018 പരീക്ഷയിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പ്രിലിംസിന് UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് എക്കണോമിക്സിൽ നിന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആരെയാണ് ബാധിക്കുന്നത് വെച്ചാൽ ടാക്സ് പേയേഴ്സിന്റെയാണ് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുന്നുള്ള കാര്യം നോക്കുക. ബിക്കോസ് അവരുടെയാണ് ആ പൈസ എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും DBT ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ ആ കുടുംബങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരും. അവിടെയുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സാധിക്കും. പ്രായമായ ആളുകളുണ്ടെങ്കിൽ ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അങ്ങനെ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ, ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നെഗറ്റീവ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്രീബീസ് ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അത് ഒരുപാട് കൂടുന്ന സർക്കാരിന് ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കാനായിട്ട് ഇടയാക്കും. പിന്നെ വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പറയുവാണെങ്കിൽ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ബിക്കോസ് ഈ എമൗണ്ട് നമുക്ക് വേറെ മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. സത്യത്തിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു പോയിന്റും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനുള്ള, എക്സാമിന്റെ വ്യൂ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളതായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ദെൻ നമുക്ക് ലാസ്റ്റ് ആർട്ടിക്കിലേക്ക് പോൺ ചെയ്യാം. ഇത് നമ്മുടെ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ആഫ്റ്റർ അനോമലി അലർട്ട് ISRO സെറ്റ്സ് പ്രോബ 3 ലോഞ്ച് ഫോർ ടുഡേ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു, ഇന്നലെ ലോഞ്ച് ചെയ്യേണ്ടിരുന്നതായിരുന്നു. ബട്ട് ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് മൂലം ഇന്നത്തേക്കാണ് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക PSLV റോക്കറ്റ് ആണ്. PSLV C-59. ഓക്കെ, അപ്പൊ PSLV C-59 ആണ് നമ്മുടെ പ്രോബ 3. ആ പോയിന്റ് ഒക്കെ നോർത്ത് ചെയ്തേക്കുക. PSLV C-59 ഉപയോഗിച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോബ 3 മിഷൻ ആണ്. ഇത് ISROയുടെ നമ്മുടെ PSLV റോക്കറ്റ് ആണ് ഉപയോഗിക്കുന്ന പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിന്റെ 61st ഫ്ലൈറ്റും കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോർത്തിരിക്കുക. ഓക്കെ, ഇവിടെ ഈ പ്രോബ 3 എന്ന് പറയുന്നത് ആക്ച്വലി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റ് ആണ്. അവർ അത് വിക്ഷേപിക്കാനായിട്ട് ഇന്ത്യയുടെ ISROയുടെ റോക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മൾ ലോ കോസ്റ്റ് ഓപ്പറേഷൻസിന് വളരെ പ്രസിദ്ധമായതുകൊണ്ട് തന്നെ അവർ ആ ഒരു കൊമേഴ്ഷ്യൽ, അപ്പൊ അതിലൂടെ ISROയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പർപ്പസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് നിലവിൽ. ഇത് നമുക്ക് കൃത്യമായിട്ടും ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു മിഷന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സാറ്റലൈറ്റ് മിഷനെ മറ്റ് മിഷനിൽ നിന്നും ഈ പറഞ്ഞ പോലെ സാധാരണ രീതിയിൽ ISRO ഇങ്ങനെ ഒരുപാടൊക്കെ മിഷൻ അല്ലെങ്കിൽ നാസയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് മിഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റ് മിഷനിൽ നിന്നും ഈ ഒരു പ്രോബ 3യെ വ്യത്യസ്തമാക്കി നിൽക്കുന്നതാണ് ഇതൊരു ട്വിൻ മിഷനാണ്. ട്വിൻ മിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സ്മോൾ സാറ്റലൈറ്റുകൾ ഈ മിഷനകത്ത് ഒരുമിച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു കൊറോണോഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റും അതുപോലെ സോളാർ ഡിസ്ക് ഷേപ്ഡ് ഒക്ലൂട്ടർ സ്പേസ് ക്രാഫ്റ്റ്, രണ്ട് സ്പേസ് ക്രാഫ്റ്റുകളാണ്, രണ്ട് സാറ്റലൈറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് ലോഞ്ച് ചെയ്യുന്നത്. ഈ രണ്ട് സാറ്റലൈറ്റുകളും തമ്മിൽ ഏകദേശം 150 മീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഈ രണ്ട് സാറ്റലൈറ്റുകളെയും വിക്ഷേപിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് അവിടുന്ന് ഈ പറഞ്ഞ പോലെ 150 മീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ഓർബിറ്റിലാണ് ഈ പറഞ്ഞ പോലെ അടുത്ത സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതാണ് ഈ പടത്തിൽ നിങ്ങൾക്ക് ബേസിക്കലി ഇതൊരു ഫസ്റ്റ് സാറ്റലൈറ്റും ഇത് രണ്ടാമത്തെ ഒരു ഒക്ലൂഡർ ആ ഒരു ഡിസ്ക് ഷേപ്പിൽ സാറ്റലൈറ്റ് കൂടിയുണ്ട്. ഇത് ബേസിക്കലി ഈ ഒരു മിഷൻ പ്രോബ 3 മിഷൻ എന്ന് പറയുന്നത് സൂര്യന്റെ ഔട്ടർ കൊറോണയെ കുറിച്ചിട്ടൊക്കെ തന്നെ സ്റ്റഡീസ് നടത്താനായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു മിഷനാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ സൂര്യനെ നേരെ ഈ പറഞ്ഞ പോലെ പഠനം നടത്താൻ പോയി കഴിഞ്ഞാൽ ആ സൂര്യന്റെ ഭയാനകമായ മീൻസ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് മൂലം നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡീസ് നടത്താൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ മുകളിൽ കാണുന്ന ആ ഒരു രണ്ടാമത്തെ സാറ്റലൈറ്റ് ഒരു എന്താ പറയുക ഒരു സർക്കുലർ ഡിസ്ക് ആണ്. അതൊരു മറ പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ അവിടെ ആക്ട് ചെയ്യും. തടസ്സം പോലെ ആക്ട് ചെയ്യുമ്പോഴേക്കും സൂര്യന്റെ കറക്റ്റ് ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഇങ്ങോട്ടേക്ക് എടുക്കത്തില്ല. പകരം ഈ ഡിസ്കിന്റെ മുകളിലൂടെ പരക്കുന്നത് കണ്ടോ, ഇതിൽ വൈറ്റ് ലൈറ്റ് നിങ്ങൾക്ക് കാണത്തില്ല, ആ ഒരു കൊറോണ സാധനം കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൂടെ കൃത്യമായി അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തന്നെ മാറ്റി കഴിഞ്ഞിട്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടും. ഈ കൊറോണ ഫേസിൽ മീൻസ് സണ്ണിന്റെ ആ ഒരു എല്ലാ ഇൻസൈഡ് ഫേസ് അല്ല, ഈ ഔട്ടർ ഫേസിൽ ആ കൊറോണ ഫേസിലുള്ള കൃത്യമായിട്ട് വിസിബിലിറ്റി കിട്ടും. അപ്പൊ അവിടെയോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്താനായിട്ട് അതിന്റെ ലൈറ്റും കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനം നടത്താനായിട്ട് ഈ ഫസ്റ്റ് സാറ്റലൈറ്റിന് സാധിക്കും. അപ്പൊ അതാണ് ഈ കൊറോണൽ മാസ് ഇജക്ഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ എക്ലിപ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ എക്ലിപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സൂര്യന്റെ കുറിച്ചുള്ള പഠനവും കാര്യങ്ങളുമാണ്, സൺസ് കൊറോണയെ കുറിച്ചുള്ള പഠനമാണ് മെയിൻലി അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സാറ്റലൈറ്റ് ഉണ്ടാവും, 150 മീറ്റർ എപ്പാർട്ട് എന്നുള്ളതായിരിക്കും രണ്ടും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് സോളാർ കൊറോണ ഈ പറഞ്ഞ പോലെ പഠനം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പഠന ലക്ഷ്യമായിട്ട് മാറുന്നത് നമ്മുടെ കൊറോണൽ മാസ് ഇജക്ഷൻസ്, സണ്ണിന്റെ കൊറോണൽ മാസ് ഇജക്ഷൻസിനെ കുറിച്ചിട്ട് പഠനം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൊറോണൽ മാസ് ഇജക്ഷൻസ് നമ്മുടെ നാട്ടിലുള്ള ഭൂമിയിലുള്ള പവർ ഗ്രിഡുകളെയും അതേപോലെ മറ്റ് സാറ്റലൈറ്റുകളെയും സ്പേസിലുള്ള മറ്റ് സാറ്റലൈറ്റുകളെയും ഒക്കെ തന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇറപ്റ്റ് ചെയ്യുന്നത്, ഡിസ്റപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുക എന്നുള്ളതൊക്കെ തന്നെ ഈ പ്രോബ 3 മിഷന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ പ്രോബ 3 മിഷൻ എന്ന് പറയുന്ന സാറ്റലൈറ്റ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ്. അത് ലോഞ്ച് ചെയ്യുന്നത് ISROയുടെ PSLV C-59 റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മറക്കാതെ ഓർത്തിരുന്നേക്കും. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഫിലിംസിന്റെ ബേസിലായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഈ പറഞ്ഞ ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് നേരത്തെ കണ്ട ആ ഒരു കാസ്റ്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് വായിച്ച് ഈ പറഞ്ഞ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻസർ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.